ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അലിമദിന് പറഞ്ഞ് വേറെ കളവ് കേട്ടോളിങ്ങൾ. അല്ല, നിങ്ങൾ അള്ളയാണ് സഹായിച്ചതെന്നല്ല നിങ്ങൾ പറയാറുള്ളത്. മലക്കുകളോട് സഹായം തേടിയാൽ മലക്കുകൾ സഹായിക്കും എന്നതിന് തെളിവായിട്ടാ നിങ്ങൾ ബദറിൽ മലക്കിറങ്ങിയതിനെ പറയാറുള്ളത്. കളവ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? മലക്കുകളോട് സഹായം തേടിയാൽ മലക്കുകൾ സഹായിക്കും എന്നതിന് തെളിവായിട്ടാണ് ബദറിൽ മലക്കുകൾ ഇറങ്ങിയത് എന്നത് ഞങ്ങൾ എവിടെയാണ് പറഞ്ഞത്? അലിമദിനെ തെളിയിക്കണം. കളവ്. അപ്പൊ ഇത് തെളിയിക്കണം. ഞാൻ കുറച്ചുകൂടി വായിക്കാൻ കേട്ടോ. ലിസ്റ്റ് ചെയ്ത് വെച്ചോളി. 3 ആള് റെഡി ആയി നിന്നോളി. പേനും ഇതൊക്കെ എടുത്തിട്ട് അലിമദിനിയും കരിമ്പിലാക്കലും ജാബിറമാനിയും കുറച്ച് നിങ്ങൾക്ക് തെളിയിക്കാണ്ട്. ഇവിടെ നിങ്ങൾ പറഞ്ഞു കൂട്ടിയ കളവുകൾ ഇവിടെ തെളിയിക്കണം. അപ്പൊ ആയത്ത് പറയണം, നന്ദിയിലുള്ള ആയത്ത് പറയണം, അതുപോലെ തന്നെ ഹദീസ് പറയണം, ഈ ജബ്ബാർ മൂലം എഴുതിയത് പറയണം, ഈ അലിമദിന് ഇപ്പൊ പറഞ്ഞ നോണയും പറയണം. ജാബിറമാനി പറയട്ടെ. നിങ്ങൾ ഖുർആനിന്റെ ആശയത്തെയാണ് തള്ളിക്കളയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിഷമകരമായ ഘട്ടങ്ങളിൽ ആരാണ് സഹായം നൽകേണ്ടത് എന്നതിന്റെ ഉത്തരം പടച്ചവനോട് പ്രാർത്ഥിക്കണമെന്നതാണ്. ശരി, വിഷമകരമായ ഘട്ടത്തിൽ ആരോട് വിളിക്കണം? ആരും രക്ഷിക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ വിളിക്കേണ്ടത് എന്ന ദുർബലമായ ഹദീസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ശിർക്കല്ല എന്ന വാദം ഉന്നയിച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ എന്ന ആയത്തിന്റെ സാരാംശത്തെയും ആശയത്തെയുമാണ് നിങ്ങൾ തകർത്തത്. എവിടെ തെളിവ്? തെളിവ് എവിടെ? അമ്മ യുജീബുൽ മുൽത്തറ എന്ന ആയത്തിന് പകരം വിജനപ്രദേശത്ത് വെച്ച് ജിന്നുകളെയാണ് വിളിക്കേണ്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞ തെളിവെവിടെ? കളവ്. തെളിയിക്കണം അവിടെ. ഇനി കേട്ടോ, അലിമദിനെ തെളിയിക്കേണ്ട വേറെ കാര്യം, ജിന്ന് പിശാച് സിഹിർ പുസ്തകം ഇതൊക്കെ നിങ്ങൾ എഴുതിയ കളവാണ്. അള്ളാന്റെ പേരിൽ കളവ്. എന്താ എഴുതി അറിയോ? ചുരുക്കത്തിൽ സർപ്പങ്ങൾ, രോഗാണുക്കൾ, ബാക്ടീരിയ മുതലായ സൂക്ഷ്മജീവികൾ തുടങ്ങിയവർക്ക് ജിന്നുകൾ എന്ന് പ്രയോഗിക്കൽ ഖുറാന്റെയും അറബി ഭാഷയുടെയും ശൈലിയാണ്. ഞാൻ ചോദിക്കുന്നു അലിമദിനി, ബാക്ടീരിയക്കും അതുപോലെ തന്നെ ബാക്ടീരിയക്ക്, രോഗാണുവിന് അള്ളാന്റെ ഖുറാനിൽ ജിന്ന് എന്ന് പ്രയോഗിച്ച ഒരായത്ത് പരപ്പനകടികൾ ഓതനെ മറക്കാൻ പാടില്ല. ബാക്ടീരിയന്റെ ആയത്ത് മറക്കാൻ പാടില്ല. പേതിച്ചോളി. ഇനിയോ ആയത്ത്. അപ്പൊ ഹാർമോണിയത്തിന്റെ ആയത്ത് വരാണ്ട്, മറ്റേ വരാണ്ട്, ഇനിയിപ്പോ പുതിയ ആയത്ത് ബാക്ടീരിയന്റെ ആയത്തുണ്ട്. നിങ്ങൾ എഴുതിയതാണ്. അള്ളാന്റെ ഖുറാനില് ബാക്ടീരിയക്ക് ജിന്ന് എന്ന് പ്രയോഗിച്ചു. ആയത്തുനിന്ന് കേൾക്കണല്ലേ നമുക്ക്. മറക്കാൻ പാടില്ല.